കറിയോ പഴമോ ഒന്നുമില്ലാതെ രുചിയോടെ കഴിക്കാൻ പറ്റുന്ന ഒരു പുട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയാലോ? അതിനായി ഞങ്ങൾ ഇന്ന് എടുത്തിരിക്കുന്നത് എലൈറ്റിൻ്റെ വറുത്ത സേമിയ 200 ഗ്രാം ഒരു പാക്കറ്റ്. പുട്ട് തയ്യാറാക്കുന്നതിനായി സേമിയ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു 4 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ച് ഒരു 2 മിനിറ്റ് അത് സോക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. രണ്ട് മിനിറ്റിന് ശേഷം ഇത് നന്നായി കുതിർന്നിട്ടുണ്ട്. നമുക്കിതിനെ പിഴിഞ്ഞ് ഒരു അരിപ്പയിലേക്ക് ഇതുപോലെ മാറ്റി വെക്കാം. ഇതിൽ ഇടുന്നതിനായി കുറച്ച് ക്യാരറ്റ് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഡ്രെയിൻ ചെയ്ത് വെച്ച സേമിയ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുക. ഉപ്പുപൊടി ചേർത്ത് കൈകൊണ്ട് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് അതിലിട്ട് കൊടുത്ത് അതും മിക്സ് ചെയ്തെടുക്കാം. ഒരു പാനിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി അതിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. ചൂടാക്കിയ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഒരു കുക്കറിൽ 3 കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കാം. പുട്ടുകുറ്റിയിൽ ചില്ലിട്ട് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ സേമിയ ഇട്ട് കൊടുക്കുക. വീണ്ടും തേങ്ങ ഇടുക, വീണ്ടും സേമിയ ഇടുക. അങ്ങനെ നമുക്കത് നിറച്ചു കൊടുക്കാം. കുക്കറിൻ്റെ മുകളിൽ പുട്ടുകുറ്റി വെച്ച് നമുക്ക് അടച്ചു വെക്കാം. ആവി വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് ഇതുപോലെ വെക്കാം. അതിനുശേഷം നമുക്ക് പുട്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ എടുത്ത് മാറ്റി വെക്കാം. മുഴുവൻ പുട്ടും ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ വളരെ എളുപ്പത്തിലും രുചിയിലും സേമിയ കൊണ്ടുള്ള സോഫ്റ്റ് പുട്ട് തയ്യാറായിട്ടുണ്ട്.